ചില ആളുകൾ ചിലപ്പോൾ ഖുർആൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ജനങ്ങൾ ചിലരുടെ അവസ്ഥ അത്ഭുതമാണ്. ചിലപ്പോൾ അറബി പോലും അവൻ അറിയണ്ടാവില്ല. ഖുർആനിന്റെ പരിഭാഷ നോക്കിയിട്ട് അവൻ ഇതാ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പുതിയൊരു ആശയം ഉണ്ടാക്കിക്കൊണ്ട് എന്നിട്ട് അതിനു വേണ്ടി തർക്കിക്കും. അവൻ പരിഭാഷ മാത്രമേ വായിച്ചിട്ടുള്ളൂ. അത് വായിച്ചിട്ട് അവൻ പുതിയൊരു ചിന്താഗതിയും പുതിയ ഒരു മാർഗവും പുതിയ ഒരു പല ജാതി തഫ്സീർ പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഏതോ ഒരു തഫ്സീർ പുതിയ ഇറങ്ങിയത് ദിഖറാനോ എന്താണ് പേര്. ഇതേപോലെയാണ് ഓരോരുത്തരും അവനവന്റെ തോന്നലിനനുസരിച്ച് ഖുർആൻ വ്യാഖ്യാനിക്കുക. ചില ആളുകൾ നിസ്കാരം 3 റക്അത്താണെന്ന് പറഞ്ഞതുപോലെ. സഹോദരങ്ങളെ, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. നമ്മുടെ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീർ രചിച്ചിട്ടുള്ളത് ചില അപാകതകൾ, അബദ്ധങ്ങള്, മാനുഷികമായ ചില പോരായ്മകള് അതൊക്കെ ആർക്കും സംഭവിക്കാവുന്നതാണ്. CN അഹമ്മദ് മൗലവി തഫ്സീറിൽ എന്തുണ്ട്? വ്യതിയാനമുണ്ട്. അതിൽ മുഅ്ജിസത്തുകളെ നിഷേധിക്കുന്ന പ്രവണതയുണ്ട്. അതിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാടുകൾക്കെതിരെയുള്ള നിലപാടുകൾ വരുന്നുണ്ട്. ഒന്ന്, വിശുദ്ധ ഖുർആനിൽ തിരുവഴി നടത്തി ഖുർആന്റെ ആയത്ത് അങ്ങനെ ഓതുന്നു. ആ ആയത്തിന് ലോകത്ത് ഒരു മുഫസ്സിറും പറഞ്ഞിട്ടില്ലാത്ത, അഹ്ലുസുന്നയുടെ ഒരു പണ്ഡിതനും വെച്ചിട്ടില്ലാത്ത സ്വന്തമായ അർത്ഥമുണ്ടാക്കി വെക്കുന്നു. അതാണ് ചെയ്തത്. 10-15ഓളം ആയത്തുകൾക്ക് സ്വന്തം വ്യാഖ്യാനം അവനവന്റെ ബുദ്ധി മാത്രം അടിസ്ഥാനമാക്കി അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ പോലും പറഞ്ഞിട്ടില്ലാത്ത, ചെറിയ മുണ്ടവും പറപ്പൂരുസ്താദും രചിച്ച പരിഭാഷന് പോലും ഇല്ലാത്ത അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും കൽപ്പിച്ചുകൊണ്ടാണ് അവരുടെ ആയത്തുകൾ ഓതിയിട്ടുള്ളത്. അവരുടെ ബുദ്ധി കൊണ്ടൊന്ന് അളന്നു ഖുർആനിലെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ അളന്നു. അപ്പൊ ഒരു മൗലവിക്ക് തോന്നി ഇതിൽ ഈ മുഅ്ജിസത്ത് ഇങ്ങനെ അംഗീകരിക്കാൻ പറ്റൂല. എന്താ, മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ കയ്യിലുള്ള ഒരു സാധാരണ വടി കൊണ്ട് വെള്ളത്തിലടിച്ചിട്ട് ആ വെള്ളം 2ആയി പിളരുക, എന്നിട്ട് അതിന്റെ അടിയിൽ കൂടി ആൾക്കാർ ഇങ്ങനെ യാത്ര പോകുക. അതൊന്നും എന്റെ ബുദ്ധിക്ക് യോജിക്കൂല. എനിക്ക് അങ്ങനെ ഉണ്ടല്ലോ ഇപ്പൊ ചില ആൾക്കാർ. മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ വിവരണം, ആ ഖുർആൻ വിവരണത്തിൽ ഉണ്ട് എന്ന പേരിലോ ഇല്ല എന്ന പേരിലോ ഒക്കെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ പല രംഗത്ത് വരാറുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു മകൻ ആ ഖുർആൻ പരിഭാഷയെ ഇപ്പോൾ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ മകൻ ഈ സലഫിയത്തിന്റെ ഭാഗമാണ്. ആ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തെ ഇപ്പോൾ തിരുത്തി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഷ പറഞ്ഞ പൊളിച്ചെഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആര്? അമാനി മൗലവിയുടെ സ്വന്തം മകൻ. എന്തിന്റെ പേരിൽ? സലഫിയത്തിന്റെ പേരിൽ. ഈ 99-ൽ ഇറക്കം ചെയ്തിരിക്കുന്ന സലഫിയത്തിന്റെ പേരിൽ. പക്ഷെ അതിൽ ചില അബദ്ധങ്ങൾ സംഭവിച്ചിട്ടാതെ ആർക്കും സംഭവിക്കാവുന്ന അബദ്ധങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോ ആ ഈ തഫ്സീറിന്റെ തത്വം എന്നിട്ട് പിന്നെ ഇത് ചോദ്യം ചോദിച്ചപ്പോ പറയാ ഇവര് ഖുർആൻ നിഷേധികളാണ്, ഖുർആനോട് വിരോധമാണ്. ഇവിടുന്ന് കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് പ്രസംഗം അതിന് ഹെഡിങ് എന്താ അറിയോ? വിസ്തക്കാരെ എന്താ നിങ്ങൾക്ക് ഖുർആനോട് അലർജി? അപ്പൊ എന്താ അലർജി? ഓല് പല അർത്ഥം സ്വീകരിക്കാത്തത് കൊണ്ട്. അവര് വെച്ച അർത്ഥം സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അതാണ് ഇപ്പൊ CH മുസ്തഫ മോദി കാണിക്കുന്നത്. ആയത്തോതൊന്നിന് മൂപ്പ അർത്ഥം വെക്കും, ഉദയത്ത് കൊടുക്കണ്ട, പകരം അൽമാരി മേശം കൊടുത്താൽ മതി. മൂപ്പ അർത്ഥം ഖുർആന്റെ ആയത്തൊന്നിന് പറയാ ഉദയത്തൊന്നുമില്ല, അതിന് പകരം പാവപ്പെട്ടവർക്ക് അലമാര, ഷെൽഫ്, ടേബിൾ, ചെയർ ഇതൊക്കെ വാങ്ങിക്കൊടുത്താൽ മതി. ഖുർആൻ പറയുന്നു എന്നാണ്. ഇത് ശരിയല്ല പറഞ്ഞാലോ കണ്ടോ ഖുർആൻ പറഞ്ഞു പോകാൻ സ്വീകരിക്കണില്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ ഖുർആനിനെയും ഹദീസിനെയും ഒരു ഭാഗത്ത് അങ്ങനെ നിവർത്തി വെച്ചിട്ട് ഒരു ഡിക്ഷണറി വെച്ചിട്ടാണോ അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഖുർആനിന്റെ ആയത്ത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഹദീസുകൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതേതെങ്കിലും ഒരു പരിഭാഷ നോക്കിയിട്ട് പഠിക്കേണ്ടതല്ല. ചില ആളുകൾ പറയും ഈ ഖുർആനില് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കിതാബ് തഫ്സീർ എന്ന് പറഞ്ഞ അധ്യായം ഉണ്ടാവും. അതിലാകെ കുറച്ച് ആയത്തുകളെ തഫ്സീറിലുള്ളൂ, ബാക്കി ആയത്തൊക്കെ സ്വന്തം വ്യാഖ്യാനിക്കാന്നാ സുല്ലമി പറയണത്. അപ്പോൾ ചില മനുഷ്യന്മാർ അമാനി പരിഭാഷ പണ്ട് വായിച്ചു, ഇപ്പം അമാനി പരിഭാഷ എടുത്തുവെച്ചു. ഖുർആൻ വായിക്കുക, മൂപ്പരൊക്കെ അർത്ഥം വെക്കുക. കാരണം അമാനി പരിഭാഷ വായിച്ചാൽ ബുദ്ധിമുട്ടാണ്. അമാനി പരിഭാഷ ഉള്ളത് മൂപ്പരെ ബുദ്ധി കൊള്ളുന്നില്ല. പണ്ട് കൊണ്ടിരുന്നു നല്ല കാലത്ത് സുബീസ്കേറ്റ് ചെയ്തിട്ട് അമാനി പരിഭാഷ വായിച്ച മനുഷ്യന്മാർ ഇപ്പൊ പിന്നെ അമാനി പരിഭാഷ വേണ്ട, മുസ്ലിം മറിച്ചേക്ക, മൂപ്പര വക വ്യാഖ്യാനം. കാരണം അമാനി പരിഭാഷ വായിച്ചാൽ ഈ പറയപ്പെട്ട ദിവസമൊക്കെ അതിലുണ്ട്. അപ്പൊ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന് പറയുന്ന ചേകനൂരികള് കണ്ടോ, മൗലവി അബുൽ ഹസൻ ചേകനൂര് പണ്ട് അർത്ഥം പറഞ്ഞപ്പോ നിങ്ങളതിനെ പല്ലുനഖം ഉപയോഗിച്ച് എതിർത്തു. ഇപ്പൊ നിങ്ങളിൽ ഒരു കൂട്ടർക്കെങ്കിലും കാര്യം മനസ്സിലായല്ലോ. ഇങ്ങനെ ചേകനൂര് പറയുന്ന ഓരോന്നും എന്ന് പറഞ്ഞു. ഒരു ഖുർആൻ പരിഭാഷർക്ക് ഒരു സമ്മേളനത്തിൽ കഴിഞ്ഞ ആഴ്ച വള്ളിയില്ല പുള്ളിയില്ല അർത്ഥവുമില്ല വേറെയുമില്ല ഒക്കെ തെറ്റിച്ചാവും.
ഒക്കെ അവനാന്റെ ഇച്ഛയാണ് കൊടുത്തത്. വിശുദ്ധ ഖുർആനിന് പുതിയ അർത്ഥവും വ്യാഖ്യാനം കൊടുത്തിട്ട് അമുസ്ലിങ്ങളെ പഠിപ്പിക്കാനാണ് അത്രേ. അതിൽ നിന്ന് ചിലതൊന്നും കൊടുത്താൽ ഓൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് വിരോധം തോന്നിയാലോ ഇസ്ലാമിനോട്, അതുകൊണ്ട് അതൊക്കെ ഞങ്ങൾ ഒഴിവാക്കി. കഴിഞ്ഞ ആഴ്ച സമ്മേളനം നടന്ന ഒരു സ്റ്റേറ്റ് സമ്മേളനം, ആളെ പേരും അർത്ഥമൊന്നും ഞാൻ പറയില്ല, ആ പരിഭാഷ വാങ്ങി വായിച്ചു നോക്ക്. ഒരു തലയും പാലുമില്ല, ഒരൊറ്റ കുട്ടി കൈകൊണ്ട് തൊട്ട് വരുന്ന ആ സാധനം. അത്ര അപകടകാരിയാണ്. സൂറത്ത് ഫാത്തിഹ പോലും അള്ളാഹു റസൂലും പഠിപ്പിച്ച പോലെ എല്ലാ അർത്ഥം കൊടുത്ത് പരിശോധിച്ച് നോക്കി നിങ്ങളെ. അത്ര അപകടം പിടിച്ചൊരു പരിഭാഷ, മനസ്സിലായോ? ഞാൻ അതിന്റെ ചില ഭാഗം വായിച്ചിട്ട് സത്യമാണ്, അള്ളാഹു ആണേ അത് മാത്രം പ്രസംഗിച്ചാൽ പോലും എന്റെ വികാരം തീരില്ല ഇവിടെ. അത്ര മോശമായ രൂപത്തിലാണ് സൂറത്ത് ബഖറയിലെ ചില ആയത്തുകൾക്കൊക്കെ അള്ളാഹ് സംഭവിക്കുന്നു പറഞ്ഞാൽ സംഭവിക്കൂല, ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് ഉണ്ടായിട്ടില്ല. അള്ളാഹ് ഉണ്ടായി എന്ന് പറയാം, ഉണ്ടായിട്ടില്ല എന്ന് പറയാം. അള്ളാഹ് അങ്ങനെ ബാധിക്കും അത് ഉണ്ടായിട്ടില്ല. അങ്ങനെ അള്ളാഹ് പറഞ്ഞതിന് നേരെ എതിര് പറയാൻ എന്തിനാണോ ഒരു മലയാള പരിഭാഷ? ഇപ്പൊ വാഴക്കാട് പ്രസംഗം നടന്നപ്പോ പേരോടിന് മറുപടി കൊടുത്തുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫി അള്ളാഹുവിന്റെ കയ്യ് കാല് കണ്ണ്, അപ്പൊ നമ്മളാളില്ലേ ഇതിനാപ്പ ഇയാൾ ഈ കയ്യും കാലും പറഞ്ഞ് ഇതിനാപ്പ അള്ളാന്റെ കയ്യ് അള്ളാന്റെ കാല് കണ്ടിട്ട് ഇത് ഇങ്ങനെ പറയാൻ പോണ് എന്ന് പറയുന്ന ഒരു കൂട്ടര് നമ്മളിലുണ്ടായിരുന്നു. അന്ന് നിർത്തിവെച്ചിരുന്നെങ്കിലോ നമുക്ക് വിഷയം പഠിയോ? മുജാഹിദുകൾ ഔദ്യോഗികമായി ഇറക്കിയത് 2 ഖുർആൻ പരിഭാഷ, അതോടൊപ്പം ഉമർ മൗലവിയുടെ ഒരു പരിഭാഷ 3ാമത്. എന്നാൽ എല്ലാ മുജാഹിദ് പള്ളിയിലും എല്ലാ മുജാഹിദ് പ്രവർത്തകന്മാരുടെ വീട്ടിലും ഖുർആൻ പരിഭാഷയുണ്ട്. പരിഭാഷ ഇല്ലാത്തൊരു മുജാഹിദിന്റെ വീട് കാണാനാവില്ല. പരിഭാഷ ഇല്ലാത്ത ഒരു സലഫി മസ്ജിദ് കാണുക സാധ്യമല്ല. ഇപ്പൊ ചില പള്ളിക്കുന്നൊക്കെ ചില പരിഭാഷ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം അതിലെ ചില വിഷയങ്ങൾ ചിലർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ചീന്തി ഒഴിവാക്കി പേജ് മുറിച്ച് അതേപോലെ ചില ഭാഗം ഒട്ടിച്ചു വെച്ചിട്ടൊക്കെയാണ് ചില ആളുകൾ അമാനി പരിഭാഷ അടക്കം ചില പള്ളിയിൽ ഇപ്പൊ വെക്കുന്നത്. അമാനി മൗലിയുടെ അർത്ഥം ശരിയല്ലാതെ വേറെ ചില മനുഷ്യന്മാര് പറഞ്ഞു. വേറെ ചില ആളുകള് ഷർത്തും ഫർദും പറഞ്ഞ് ഫിത്നയുണ്ടാക്കിയ ആളുകള് അവരിപ്പോ പറഞ്ഞത് അമാനി മൗലിയുടെ അർത്ഥം ശരിയല്ല ചില സ്ഥലങ്ങളിൽ. എന്താ കാരണം? ഓരോരുത്തർക്കും ഖുർആൻ എടുക്കുക, ഓരോരുത്തർക്ക് തോന്നിയ മാതിരി വ്യാഖ്യാനിക്കാനുള്ള ലൈസൻസ് കൊടുത്താൽ ഒരു പ്രശ്നമല്ല, നമുക്ക് യോജിക്കാന്നാണ് എല്ലാവരും പറയുന്നത്. എന്തിനേറെ കഴിഞ്ഞ പ്രോഗ്രാമിൽ അബ്ദുൽ മാലിക് സലഫി പറഞ്ഞിരുന്നു അവരിടക്കിയ ഖുർആൻ പരിഭാഷയെ കുറിച്ച്. അവരിടക്കിയ ഖുർആൻ പരിഭാഷ സമ്മേളനത്തിന്റെ ഭാഗമായി അവർ വിതരണം ചെയ്ത ഖുർആൻ പരിഭാഷ അമാനി മൗലവിയുടെ പരിഭാഷയ്ക്ക് നേർവിരുദ്ധമാണ് എന്നും അതിന് ഖണ്ഡനമാണ് എന്നും പറഞ്ഞുകൊണ്ട് അബ്ദുൽ മാലിക് സലഫിയോട് വിശദീകരിച്ചിരുന്നു. അതിനെന്താ ന്യായം പറഞ്ഞറിയോ? അത് പദാനുപദ പരിഭാഷ അല്ല, ആശയവിവർത്തനാണ്. അപ്പൊ ആശയവിവർത്തനാകുമ്പോ എന്ത് തോന്നിയാസം കൊടുക്കാന്നാണോ? അതുപോലെ തന്നെ CN അഹമ്മദ് മൗലവി അദ്ദേഹത്തിന്റെ പരിഭാഷ ആദ്യകാലത്തൊക്കെ ഇസ്ലാഹി പ്രവർത്തകരിൽ പലർക്കും വളരെ ഇഷ്ടമായിരുന്നു, അവരിൽ പലരും വായിച്ചിരുന്നു അത്. പക്ഷെ എന്താ സംഭവിച്ചത്? CN അഹമ്മദ് മൗലവി മുഅ്ജിസത്തുകളെ നിഷേധിക്കുവാനും ആയത്തുകൾക്ക് സ്വന്തമായ വ്യാഖ്യാനങ്ങൾ നൽകി, സലഫ് സാലിഹുകൾക്ക് പരിചയമില്ലാത്ത വ്യാഖ്യാനങ്ങൾ നൽകി മുഅ്ജിസത്തുകളെ പലതിനെയും നിഷേധിച്ചു. ജിന്ന് എന്നൊരു വർഗം തന്നെ ഇല്ല. ജിന്നും ഇൻസും എന്ന് പറഞ്ഞാൽ രണ്ടും മനുഷ്യർ തന്നെയാണ്. കാടൻ നാടൻ അപരിഷ്കൃതരായ മനുഷ്യർ, കാട്ടുവർഗക്കാർ, അവരാണ് ജിന്ന് എന്നൊക്കെ വാദിച്ചപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഉമർ മൗലവി അദ്ദേഹത്തിനുമുണ്ട് ഒരു ഖുർആൻ വിവരണ ഗ്രന്ഥം. അദ്ദേഹത്തിന്റെ മകൻ എന്ത് ചെയ്യുന്നു? അതിപ്പോൾ പൊളിച്ചെഴുതിക്കൊണ്ടിരിക്കുന്നു. അതും എന്തിന്റെ പേരിലാണ്? ഈ 99 കാരിക്കൂടിയിരിക്കുന്ന സലഫിയത്തിന്റെ പേരിൽ. വേണ്ട സുഹൃത്തുക്കളെ, CN അഹമ്മദ് മൗലവിയുമായി നമ്മളായിട്ടുള്ള പണക്കെന്താ? അദ്ദേഹത്തെ നമ്മൾ പുറത്താക്കിയതല്ലോ. അദ്ദേഹത്തിന് ഖുർആൻ പരിഭാഷ വായിച്ച് എത്ര ആൾ മുജാഹിദായിട്ടുണ്ട്? അതേ അവസരത്തിൽ ഞങ്ങൾക്ക് മുൻഗാമികൾ പറഞ്ഞതൊന്നും വേണ്ട, ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസ് വേണ്ട, സ്വഹാബത്ത് വേണ്ട, താബിഈങ്ങൾ വേണ്ട. ഞങ്ങൾക്ക് സ്വന്തം തന്നെയെല്ലാം അങ്ങ് ഗവേഷണം ചെയ്ത് ഞങ്ങൾ അങ്ങ് അർത്ഥം വെച്ചോളും എന്ന് പറയുന്ന നിലപാടല്ല. ഭാഷ മാത്രം അറിഞ്ഞാൽ മതി എന്നാണ് പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. ഒരു അറബി ഡിക്ഷണറി എടുക്കുക, എന്നിട്ട് ഖുർആനിലെ പദങ്ങൾ, ആ പദത്തിന് അർത്ഥം കണ്ടെത്തുക, എന്നിട്ട് നമ്മൾ അങ്ങോട്ട് വ്യാഖ്യാനിക്കുകയാണ്. അങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. സ്വഹാബികൾ, ഏറ്റവും ആഴത്തിലുള്ള അറിവ് നേടിയ സ്വഹാബികൾ, അവർക്ക് പോലും ഖുർആൻ വ്യാഖ്യാനിക്കാൻ സാധിച്ചിട്ടില്ല. സൂറത്ത് അൻആം 6-ാം അധ്യായം 82-ാമത്തെ വചനം ഇറങ്ങി. വല്ലദീന ആമനൂ വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. അന്ന് സഹാബത്ത് ചോദിച്ചു, നബിയെ, അവിടെ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യാത്തവരുണ്ടോ? ഇവിടെ ദുൽമി എന്ന് പറഞ്ഞല്ലോ, ആ പദം കൊണ്ട് എന്താ അല്ലാഹു ഉദ്ദേശിച്ചത്? അറബി അറിയാവുന്ന, അറബി പഠിച്ചിട്ടുള്ള, അറബികളായി ജനിച്ചിട്ടുള്ള, ലിസാനൻ അറബിയൻ എന്നല്ല പറഞ്ഞിട്ടുള്ള അപ്പച്ചയായ അറബി ഭാഷയിൽ ഖുർആൻ ഇറക്കിയല്ലോ. അറബി
അറബികൾക്കിടയിൽ ഇറക്കിയല്ലോ. ആ അറബികൾക്ക് പോലും അവിടെ ദുൽമ് എന്ന് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ല. അവർ ചോദിച്ചപ്പോൾ റസൂൽ അവരോട് തിരിച്ചു ചോദിച്ചു. 31-ാം അധ്യായത്തിലെ 13-ാമത്തെ വചനം കണ്ടിട്ടില്ലേ? ഇന്ന ശിർക ലദുൽമുൻ അദീം. ഇവിടെ ദുൽമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ വ്യഭിചാരമല്ല, കള്ളുകുടിയല്ല. ഇവിടെ ദുൽമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശിർക്കാണ്. അറബികൾക്ക്, അറബി അറിയാവുന്നവർക്ക് ഒരു ഖുർആന്റെ വചനം ഇറങ്ങിയപ്പോ ആ പദത്തിന്റെ ആശയം മനസ്സിലായില്ല. അതുവരെ റസൂൽ അവർക്ക് വിശദീകരിച്ചു കൊടുത്തു.